ചേട്ടാ ഇന്ന് പൊതുവെ വാർത്തകൾ കുറവുള്ള ഒരു ദിവസമായിരുന്നു, വാർത്താ ദാരിദ്ര്യമുള്ള ദിവസമായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പം കുറച്ച് ചർച്ചയായിട്ട് നിൽക്കുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന വോട്ട് തട്ടിപ്പ് വിഷയം ഇപ്പം കുറച്ച് ചർച്ചയായിട്ട് വരുമ്പോൾ കുറച്ച് ദിവസമായിട്ടും രാഹുൽ ഗാന്ധി ഇത് പറയുന്നുണ്ട്, കുറച്ച് നാളായിട്ട് പറയുന്നുണ്ടെങ്കിലും എന്നാൽ കാര്യമായ ചർച്ചയിലോട്ട് എത്താതിരുന്ന ഒരു വിഷയം പക്ഷെ ഇന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലോട്ട് എത്തി. എന്താണ് രാഹുൽ ഗാന്ധി പറയുന്നതാണോ ശരി, വാസ്തവമുണ്ടോ, എന്താണ് ഇതിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? ഇതില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഹരിയാന തെരഞ്ഞെടുപ്പ് 2024 കഴിഞ്ഞ വർഷമാണ് ഹരിയാന തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളും പറഞ്ഞിരുന്നത് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണെന്ന് തന്നെയാണ്. പക്ഷെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ചില രാഷ്ട്രീയമായ മലക്കമറിച്ചിലുകളുണ്ട്. അതായത് ഇപ്പോൾ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതായത് PCCകളെ, അതായത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളെ വന്നിട്ട് ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പരാജയം എല്ലാ കാലത്തും AICCയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെ രാഹുൽ ഗാന്ധിക്കോ എൻ്റെ AICCയുടെ തലപ്പത്തിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ അതാത് സംസ്ഥാനങ്ങളിൽ ചുമതലയുള്ള അവരുടെ നിരീക്ഷകർക്കോ പോലും കൃത്യമായി ഇതിനെ ക്രോഡീകരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പരാജയപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം നമുക്ക് കേരളത്തിലെ അതൊരു പോരായ്മയാണ്. നമ്മൾ കേരളത്തിലെ അവസ്ഥ തന്നെ അറിയാമല്ലോ. കേരളത്തിൽ തന്നെ ഇവിടുത്തെ KPCCയിലെ ആൾക്കാർ തമ്മിലുള്ള അടിയും വടംവലിയും ഒക്കെ നമുക്കറിയാവുന്ന കാര്യം. ഇതിൻ്റെ എല്ലാ ഇടയിൽ കിടന്നുകൊണ്ട് നട്ടം തിരിയുന്നത് ഈ AICC എന്ന് പറയുന്ന ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു ടീമാണ്. അപ്പം അവിടെ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് തന്നെ അവിടെ ഒരു വലിയ വിവാദം ഉണ്ടാവുകയും ഭൂപേന്ദ്ര ഹൂഡ എന്ന് പറയുന്ന അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ നേതാവും ആം ആദ്മി പാർട്ടിയും തമ്മിൽ ഒരു തെറ്റലുണ്ടാവുകയും തുടങ്ങി ഒരുപാട് രണ്ട് ഘട്ടം എന്നുള്ള രണ്ട് തലത്തിൽ നിന്നുകൊണ്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്തുകൊണ്ട് അവിടെ ആ സമയത്ത് ഹരിയാനയിൽ കോൺഗ്രസ് പാർട്ടി നേടുമെന്ന് വിജയിക്കും എന്നൊരു ധാരണ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പിന്നെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ വനിതാ താരങ്ങളെല്ലാം കൂടി ആ സമയത്ത് അവർക്ക് എതിരായി നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു വിഷയമൊക്കെ ഉയർന്നു നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത ഇവർക്ക് തന്നെ ആയിരിക്കും, അതായത് കോൺഗ്രസിന് തന്നെയാണെന്നും അവിടുത്തെ എക്സിറ്റ് പോൾ വരെ കൃത്യമായി പ്രവചിച്ചിരുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും അധികാരത്തിൽ കയറാൻ പോകുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ വന്ന് പറഞ്ഞിരുന്നു ഇവിടെ വോട്ടിൻ്റെതായ ഒരു പ്രശ്നമുണ്ട് അവിടെ നടന്നു. പക്ഷെ അന്ന് ഹരിയാന തെരഞ്ഞെടുപ്പിന് ശേഷം ഇതൊരു വലിയ ചർച്ചയായി മാറിയില്ല. എന്നാൽ എവിടെയാണ് ചർച്ചയായതെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ രാജ്യത്തിലെ ഏറ്റവും വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അധികം മണ്ഡലങ്ങളുണ്ട്. തന്നെയുമല്ല അതൊരു നമ്മുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യയുടെ തന്നെ ഫിനാൻസ് ക്യാപിറ്റൽ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് മഹാരാഷ്ട്ര. ബോംബെ സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്ര. അപ്പോൾ ആ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചടി ഇവർക്ക് നേരിടേണ്ടി വന്നു. അവിടെ മഹാവികാസ് അഘാഡിയും മഹായുതി എന്ന് പറയുന്ന രണ്ട് മുന്നണികളാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് അവിടെ ഭയങ്കരമായ വീഴ്ചയുണ്ടായി, അവിടെയും നേട്ടമുണ്ടാകും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ BJPയേക്കാൾ കൂടുതൽ സീറ്റ് കോൺഗ്രസ് പാർട്ടി നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ഒരു ചുമതലക്കാരൻ എന്ന് പറഞ്ഞാൽ ശരിക്കും രമേശ് ചെന്നിത്തലയായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ഇവിടുത്തെ പ്രവർത്തക സമിതി അംഗം എന്നുള്ള നിലയിൽ ഏർപ്പെടുത്തിയ രമേശ് ചെന്നിത്തലയാണ്. നമുക്കറിയാം, നമ്മുടെ ചാണ്ടിയുമ്മനൊക്കെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പരിപാടികൾക്കൊക്കെ പോയിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ സംഭവങ്ങളൊക്കെ നടന്നു. അപ്പോഴാണ് തിരിച്ചറിയപ്പെടുന്നത് എവിടെയോ എന്തോ സംഭവിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ. അതായത് ജനാധിപത്യം എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസി, നമുക്ക് ജനാധിപത്യത്തിന്റെ ഏറ്റവും നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു ആളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹോത്സവമാണ് ഈ വോട്ടെടുപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അതൊരു ജനാധിപത്യത്തിന്റെ മഹോത്സവം തന്നെയാണ്. നമ്മളിപ്പോൾ സാധാരണ നാട്ടിൻപുറത്തെ അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ നമ്മൾ അതിനെ ആഘോഷിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. നമ്മളൊരു മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ മാത്രം നിന്നുകൊണ്ടല്ല, അല്ലാതെ എല്ലാ ജനങ്ങളും അവകാശമാണ്. അത് നമ്മൾ പങ്കാളികളാവുക എന്നുള്ളത് എല്ലാ മനുഷ്യരും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിനകത്ത് അട്ടിമറി നടത്തുക, അതായത് വ്യാജ വോട്ടർമാരെ കൊണ്ടുവന്ന് എത്തിക്കുക. അപ്പോൾ ഹരിയാന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഹരിയാന തെരഞ്ഞെടുപ്പ് അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ തെളിവുമായിട്ട് വന്നിരിക്കുക. അപ്പം ഒരു പെൺകുട്ടിയുടെ ബ്രസീലിയൻ യുവതിയുടെ ചിത്രം വെച്ചുകൊണ്ട് അവിടെ ഒരൊറ്റ ചിത്രം വെച്ചുകൊണ്ട് 3 or 4 പേരിൽ ആൾക്കാർ വന്ന് അവിടെ വോട്ട് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. ഏകദേശം 25 ലക്ഷത്തോളം വോട്ടുകളാണ് ഹരിയാന തെരഞ്ഞെടുപ്പിൽ മാത്രമായി ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്ന് തെളിവടക്കമാണ് രാഹുൽ ഗാന്ധി സമർത്ഥിക്കുന്നത്. അപ്പൊ നമുക്കതിനെ കള്ളം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. കർണാടക തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട്.
അന്നും ഈ ഇതുപോലെ വിവാദം ഉയർന്നു വന്നു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട്, അപ്പോൾ ഹരിയാനയിൽ നടന്നിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ നടന്നിട്ടുണ്ട്, കർണാടകയിൽ നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബി ജെ പി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇവർക്ക് അനുകൂലമായ ഘടകമാക്കി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റിക്കഴിഞ്ഞു. അതായത് ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി തന്നെ ഉടനെ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ വരുന്നു, ചരട് കെട്ടി, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ പറയത്തില്ലേ, ആറാതമ്പുരാൻ അത് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ഞാന് അപ്പൻ, ഞാന് സുഭദ്ര, ഇതാണ് ട്രസ്റ്റ് എന്ന് പറയുന്ന പോലെയാണ്. ഇവർ ഇത്രയും പേർ അടങ്ങുന്നതാണ് ഇതിന്റെ യഥാർത്ഥ കീ. എന്നാൽ ഈ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങളെ ഇവർ വെട്ടുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഹരിയാന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 90 മണ്ഡലങ്ങളിൽ നിന്നായിട്ട് 22-ലധികം പരാതികൾ കിട്ടിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കോടതിയിൽ കിടക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറയുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നടക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയെ അട്ടിമറിക്കുന്നതിന്റെ ആ ഒരു ഡെപ്ത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. എന്തോരം ഇവിടെ ഈ രീതിയിൽ അഴിമതി നടക്കുന്നുണ്ട്. വോട്ട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതായത് ഒരാൾ വന്നിട്ട് ഇപ്പം ഒരു പിന്നെ ഇപ്പൊ ശരാശരി നമ്മൾ പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ബൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ഒരു മണിക്കൂർ നമ്മൾ വേണ്ടിച്ചു കഴിഞ്ഞാൽ 200-ലധികം വോട്ടുകൾ അവിടെ ഒരു മണിക്കൂറിൽ നടക്കും എന്നാണ് മൊത്തത്തിൽ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഈ 100 മുതൽ 300 വരെ വോട്ടുകൾ നമുക്ക് കണക്കാക്കാം. അതിൽ തന്നെ എത്ര കള്ളവോട്ട് വീണിട്ടുണ്ട് ഒരു ബൂത്തിൽ തന്നെ. അപ്പൊ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള കള്ളവോട്ടുകളാണ്. അപ്പൊ ഈ കള്ളവോട്ട് നടത്തുന്നതിൽ പ്രശ്നമൊന്നുമില്ല എന്നുള്ള തരത്തിലേക്ക്, അല്ലെങ്കിൽ അതിനെ ഒന്നും പ്രതിരോധിക്കാൻ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്നില്ല. ഇവരിങ്ങനെ വന്നോട്ടെ, ഇപ്പം വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു ഫോട്ടോ ഉണ്ട്, ആ ഒരു ഫോട്ടോ തന്നെ വെച്ചിട്ട് 4-5 ആൾക്കാർ എന്താണ് പ്രശ്നം എന്നുള്ള അവരുടെ ഒരു ഭാവം അങ്ങനെ. അതെ, അതായത് ഇന്ത്യൻ ജനാധിപത്യം ഇത് നഷ്ടപ്പെടുന്ന എവിടെയാണെന്നറിയാം. ഇന്ത്യൻ ജനാധിപത്യത്തോട് ജനങ്ങൾക്കുള്ള അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ യുവാക്കളാണ് ഇനിയും ഈ 18 വയസ്സായി നിൽക്കുന്നവരാണ് ഇനി വരാൻ പോകുന്നത് 2 തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് ഫേസ് ചെയ്യേണ്ടത്. അവരുടെ ഒരു വിശ്വാസം ഉണ്ടാവണ്ടേ? ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിനെ സുതാര്യമാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇലക്ഷൻ കമ്മീഷൻ കീ കൊടുത്ത് ചലിക്കുന്ന ഒരു പാവ കണക്കിനാണ്. അതായത് കേന്ദ്ര സർക്കാർ പറയും, ഇപ്പം നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള ഒരു ടീം പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചാൽ മതി, ഞങ്ങൾ ഇവിടെ കുറെ ക്രമക്കേടുകൾ കാണിക്കും, ആ ക്രമക്കേടുകൾ നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കണം. ഇങ്ങനെ പരാതി വരുമ്പോൾ അതിനെ അങ്ങ് കണ്ടില്ല, ഇങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. ഇപ്പൊ ചിലർ ചോദിക്കില്ല എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല. ഇപ്പം ശരിക്കും ചില കാര്യങ്ങൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി എന്ന് മനസ്സിലാക്കി വരുമ്പോൾ ചിലപ്പോൾ കാലതാമസം എടുക്കും. അതായത് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടൊരു പരാതിയോ ആശങ്കയോ ഉയരുകയാണെങ്കിൽ 6 മാസത്തിനകത്ത് കേസ് ഫയൽ ചെയ്യണം. പക്ഷെ ഇത് കണ്ടെത്തി അത് തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി അതിന്റെ പരാതി വരുമ്പോൾ 6 മാസം കഴിയും. അപ്പൊ ആ കാലാവധി കഴിഞ്ഞു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതിയായിട്ട് മൂവ് ചെയ്യാൻ ഈ പറയുന്ന ഒരാൾക്ക് സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. അവിടെ അങ്ങനെ എന്തുകൊണ്ട് ഇത്രയും നാള് പരാതിയായിട്ട് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇതിനകത്തൊരു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, കോൺഗ്രസിന് സാധ്യതകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോലും എന്തുകൊണ്ട് വളരെ പെട്ടെന്ന് കോൺഗ്രസ് വീഴുന്നു. അപ്പൊ അടുത്ത മറ്റൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്ക ഇപ്പൊ ഗുജറാത്ത് അടക്കമുള്ള അല്ലെങ്കിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നൊരു മറുചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് പോകാതിരിക്കുന്നത്? പരമോന്നത നീതിപീഠം ഉണ്ടല്ലോ, സുപ്രീം കോടതി ഇതെല്ലാം ശരിക്കും പറഞ്ഞ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സുപ്രീം കോടതി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിലേക്ക് പോകുന്നില്ല? കൃത്യമായി പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്. അതായത് ഇങ്ങനെ ഒരു വോട്ടിങ്ങിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, കള്ളവോട്ടുകൾ വ്യാപകമായി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അങ്ങനെ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു. എന്നിട്ട് രാഹുൽ ഗാന്ധി സൈലന്റ് ആയിരുന്നേ, ഭയങ്കരമായി നിശബ്ദനായി പോയി. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറെ നാളുകളായിട്ട് ഈ ഒരു അട്ടിമറിയെ കുറിച്ചിട്ട് രാഹുൽ ഗാന്ധി തന്നെ പലപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ അത് ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിനെക്കുറിച്ച് യാതൊരു അപ്ഡേഷനും ഇല്ല. വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പം അടുത്തത് വരും, വീണ്ടും അപ്ഡേഷൻ ഇല്ലാതെ പോകുന്നു. അപ്പം ഇത് ആൾക്കാർക്കായാലും ഇതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. അതെ, ഗൗരവം ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനകത്ത് മനസ്സിലാവാത്ത പ്രശ്നം രാഹുൽ ഗാന്ധിക്കാണ്. രാഹുൽ ഗാന്ധി ഇതിനെ കൃത്യമായി കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു ശക്തനായ നേതാവല്ല എന്ന് പറയാനുള്ള കാരണം ദുർബലനാണെന്ന് പറയാൻ. ഇതിനെ എന്തുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാത്തത്? ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ തെളിവടക്കമുണ്ട്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കേരളത്തിലെ BJP നേതാവിന്റെ
വീഡിയോ ക്ലിപ്പ്, അതായത് നമ്മുടെ തൃശ്ശൂരിൽ ഇതുപോലെ തന്നെ വോട്ട് മറിച്ചെന്ന് പറഞ്ഞാൽ ഓരോ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് പോലും അവിടെ പിന്നെ 10-50 വോട്ടുകൾ ചേർത്തുകൊണ്ട് അവിടെ സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. നമ്മൾ ഭയക്കേണ്ട കേസാണത്. കാര്യം കേരളത്തിലാണ് പൊതുവെ എല്ലാവരും ക്രമക്കേടുകളില്ലാതെ, ഇപ്പൊ തന്നെ തെരഞ്ഞെടുപ്പ് ബൂത്ത് പിടുത്തം ഇല്ലാതെ, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, അക്രമ സംഭവങ്ങളൊന്നും ഇല്ലാതെ പലപ്പോഴും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയ വളരെ കൃത്യമായി നടന്നു പോകുന്നുണ്ട്. എന്നിരുന്നിട്ട് പോലും ആ കേരളത്തിൽ പോലും BJP അവരുടെ ഈ പറയുന്ന ക്രൂക്കഡായിട്ടുള്ള ചിന്താഗതികൾ കൊണ്ട് അല്ലെങ്കിൽ വക്ര ബുദ്ധി കൊണ്ട് അവരൊപ്പിച്ചൊരു സുരേഷ് ഗോപി അവിടെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു. 60,000-ഓളം വോട്ടുകൾ അവിടെ അധികം ചെയ്തു എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ പ്രകാരം നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയല്ല അന്നേരം ആ ഗോപാലകൃഷ്ണൻ പറഞ്ഞ എന്താ, ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വരെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ള വോട്ടുണ്ടാക്കി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ കോൺഫിഡൻസ് ഒന്ന് ആലോചിച്ച് നോക്കി. BJPക്ക് ഇങ്ങനെ കള്ള വോട്ട് ചെയ്യാൻ പറ്റും എന്ന് ഒരു ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ഒരു സാധാരണപ്പെട്ട BJP പ്രവർത്തകന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്രയും അധികാരം കയ്യിലിരിക്കുന്ന നമ്മുടെ കേന്ദ്ര സർക്കാരിന് എന്തുകൊണ്ടാണ് ചെയ്യാൻ കഴിയാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കി. BJPക്ക് ഇവിടെ കേരളത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? അപ്പോഴും ചിലർ ഉയർത്തിക്കൊണ്ടിരുന്ന വാദം എന്താ, നിങ്ങളുടെ കയ്യിൽ ഭരണം ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഇത് അറിഞ്ഞില്ല. കെ സുരേന്ദ്രൻ പറഞ്ഞാണല്ലോ, നിങ്ങൾ ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്ന മോശമല്ലേ? അത് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമല്ലേ? നിങ്ങളുടെ ഒരു മന്ത്രിയായിട്ടിരുന്ന ഒരാളല്ലേ അന്ന് എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്, എന്നിട്ട് പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ എന്നാണ് ചോദ്യം. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇവർ അണ്ടർഗ്രൗണ്ടിലൂടെ നടത്തുന്ന പ്ലേയാ. സുരേഷ് ഗോപിയും എന്തിനേറെ പറയാൻ മറ്റു പല മണ്ഡലങ്ങളിലും വോട്ടുള്ള പലരും അവിടെ കൊണ്ടുവന്ന് വാടകയ്ക്ക് അവിടെ താമസിപ്പിച്ച് ഒരു വാടക ലേബൽ ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് ഈ കള്ളവോട്ട് നടത്തുന്നത്. അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് കൊടുത്ത് ഇതെല്ലാം ഏറ്റവും ഒടുവിലേ തെളിയുള്ളൂ. ഇതെല്ലാം കണ്ടുപിടിച്ച് സമയമെടുക്കും. ഇതെല്ലാം കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും തെരഞ്ഞെടുപ്പിങ് എത്തിക്കഴിയും. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ തന്നെ ചിലർ ചോദിക്കും, ഇവർക്ക് കുറച്ചധികം ആൾക്കാരെ ട്രെയിൻ ചെയ്തിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ബൂത്തിൽ ഇരുത്തുന്നില്ല, ഇങ്ങനെ കള്ളവോട്ട് നടക്കുമെന്നുള്ളതിനെ കുറിച്ച്. പക്ഷെ ഒരു മുൻവിധി ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ കള്ളവോട്ട് നടക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു മുൻവിധിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഏത് രീതിയിലാണ് അവരതിനോട് ആ വോട്ടുകൾ ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്, ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരെല്ലാം അവരുടെ സ്റ്റാഫുകളാണ്, എല്ലാം ഇവരനുസരിച്ച് പോകുന്ന ആൾക്കാർ തന്നെയാണ്. ഇതിന്റെ ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് നടക്കില്ല. കാരണം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അവർ കീ കൊടുക്കുന്നതനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടങ്ങൾ ഇപ്പം SIR പോലെയുള്ള ഒരു പദ്ധതി, അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്, ബീഹാറിൽ എന്താ സംഭവിച്ചത്? ബീഹാറിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടത്തിയോടുകൂടി അവിടെ ഉണ്ടായിരുന്ന BJP വിരുദ്ധ വോട്ടുകൾ അവർക്ക് വെട്ടിക്കുറയ്ക്കാൻ സാധിച്ചു. ഇപ്പൊ SIR നടപ്പിലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രായോഗികമായ പ്രശ്നമാണ്. അവർക്ക് താല്പര്യമില്ലാത്ത പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട കുറേയധികം വോട്ടുകൾ അവർക്ക് ഒഴിവാക്കി കളയാൻ കഴിഞ്ഞു. അതുപോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട, അതായത് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട BJP വിരുദ്ധ വോട്ടുകൾ അവർക്ക് ഒഴിവാക്കി കളയാൻ സാധിച്ചു. അപ്പൊ ഇങ്ങനെ 2 ഘട്ടങ്ങളിലൂടെ കടന്നു വന്നു. അതിന് അവർ പറയുന്നതിന് ഒരു കാരണം എന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറ്റം നമ്മുടെ രാജ്യത്തേക്ക് നടക്കുന്നുണ്ട്. ആ കുടിയേറ്റക്കാർ ഇവിടെ വന്ന് വോട്ടെടുക്കുന്നുണ്ട്. അതായത് ബീഹാറിലേക്ക് വരുന്നവർ ഇവിടെ വന്ന് താമസമാക്കിക്കൊണ്ട് ഇവിടുത്തെ ആധാർ കാർഡും വോട്ടേഴ്സ് ID ഒക്കെ ഉണ്ടായിക്കൊണ്ട് അവർ വോട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ ഇന്ത്യൻ ജനാധിപത്യ ക്രമത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അത്തരക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോഴും ഇപ്പുറത്തെ വശത്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ SIR നടപ്പിലാക്കിയതിലൂടെ BJPക്ക് അനുകൂലമായ കുറെ വരേണ്യവർഗത്തിന്റെ, അതായത് നമുക്ക് ഇവിടെ ജാതി അത്ര പറയുന്നില്ലെങ്കിലും അങ്ങോട്ടൊക്കെ ജാതി ധാരാളമായി പറയപ്പെടുന്നുണ്ട്. അത്തരം വരേണ്യവർഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരുടെ വോട്ടുകൾ അവിടെ നിലനിർത്താനും ഈ BJP ഇതര രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകേണ്ട വോട്ടുകൾ, RJD പോലെയുള്ള പാർട്ടികളിലേക്ക്, കോൺഗ്രസിലേക്ക് പോകേണ്ട വോട്ടുകളെ പലതിനെയും ഒഴിവാക്കാൻ സാധിച്ചു. പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരെയും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെയും ഒഴിവാക്കാൻ SIR കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് SIR വരുന്ന സമയത്ത് എതിർക്കുന്നത്. ഇത് ശരിയല്ല, ഇത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റു പല ദോഷങ്ങളും ഉണ്ടാകും. അപ്പൊ എന്ന് വെച്ചാൽ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇലക്ഷൻ കമ്മീഷനെ ചട്ടുകമാക്കി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഈ രീതിയിൽ വ്യാജ വോട്ടുകൾ ചേർക്കാനും ഈ വോട്ടുകൾ പലതും മാറ്റിമറിക്കാനും ശേഷിയുള്ള ഒരു സംവിധാനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിന്റെ ദുസ്സൂചനയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ ക്രമം അട്ടിമറിക്കപ്പെടാൻ പോകുന്നു. ഇതിനെ മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ മറികടക്കുക എന്ന് പറഞ്ഞാൽ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച്, അതായത് ഭരണം അവർ കൈയാളുന്നിടത്തോളം കാലം നമുക്ക് പ്രൊട്ടസ്റ്റുകൾ കൊണ്ടുപോകാനേ കഴിയുള്ളൂ. ഇതിനെതിരായി സമരപരിപാടികൾ നിയമപരമായി നീങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ.
ഇപ്പൊ ഇതിന് നീങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ശക്തമായ പ്രതിപക്ഷമാണ്. ശരിക്കും ഇതിന് മുമ്പ് തുടങ്ങിയത് തന്നെയും ശക്തമായ ഒരു പ്രതിപക്ഷം 2024 മുൻപ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഏകദേശം 2019 കൂടി നമുക്ക് 2019 കേന്ദ്ര സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്ത് നമുക്കൊരു പ്രതിപക്ഷം ഇല്ലാത്ത ഒരവസ്ഥ വന്നു. അപ്പോഴേക്ക് ഈ പ്രതിപക്ഷം ഇല്ലാതെ ഒരു അവസ്ഥ വന്ന സാഹചര്യത്തിൽ ഇവർക്ക് നല്ല ഒരു ഗ്രൗണ്ട് ക്ലിയർ ചെയ്തെടുക്കാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. പ്രതിപക്ഷമില്ല, കാര്യം പ്രതിപക്ഷത്തിരിക്കാൻ മാത്രം ഭൂരിപക്ഷം കിട്ടിയ ഒരു മുന്നണിയോ പാർട്ടിയോ ഇല്ലാത്തൊരവസ്ഥയാണ്. UPA അന്ന് ഇല്ലായിരുന്നു, അന്ന് ഭൂരിപക്ഷമില്ല. അതോടുകൂടി ഇവർക്ക് ഗ്രൗണ്ട് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു. ആ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ ഒരു പ്രതിപക്ഷം വരുന്നു. പക്ഷെ ആ പ്രതിപക്ഷം അന്ന് AKG ഒക്കെ ഇരുന്ന ഒരു സ്ഥാനത്താണ് ഇപ്പം ശരിക്കും ഇദ്ദേഹം പിന്നെ രാഹുൽ ഗാന്ധി ഇരിക്കുന്നത്. അത് മൂവ് ചെയ്യുന്നില്ല. ശക്തമായ ഒരു മെക്കാനിസമായി ഇപ്പോഴും ആ പ്രതിപക്ഷം മാറിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം രാഹുൽ ഗാന്ധി ദുർബലനാണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് വീറ്റോ പവർ ഇല്ലാത്ത ഒരു നേതാവാണ്. ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഒരു കാര്യത്തെ അങ്ങ് ഫോളോ അപ്പ് ചെയ്യിച്ച് അതിന്റെ എൻഡ് വരെ കൊണ്ടെത്തിക്കാൻ കപ്പാസിറ്റി ഇല്ല. അങ്ങനെ ഈ നമുക്കറിയാം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര നാളായി കാണും, ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളം ആകാൻ പോകുന്നു. ഇപ്പോൾ ഈ ഹരിയാന തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്, അതിന് മുമ്പ് ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. ഒരു ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് അല്ലെങ്കിൽ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അതേ സമയം. ഇത്രയും കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നടപടിക്രമം രാഹുൽ ഗാന്ധി നടത്തിയിട്ടില്ല. ഇതിന്റെ എൻക്വയറി നടത്തുന്നു അല്ലെ അന്വേഷണം നടത്തുന്നു, ഞാൻ എവിഡൻസ് കളക്ട് ചെയ്യുന്നത് പറയുന്നതിനപ്പുറത്തേക്ക് ഇതിനെ ഫോളോ അപ്പ് ചെയ്യാനോ ഇതിന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് സുപ്രീം കോടതി വരെ കേസുകൾ എത്തിക്കാനോ എന്നിട്ട് അത് കൊണ്ടുവന്ന് എത്തിച്ചിട്ട് ഇവർക്കെതിരായി പരിഹാരം കണ്ടുപിടിക്കാനോ കഴിഞ്ഞിട്ടില്ല. അപ്പം ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഇനിയെങ്കിലും രാഹുൽ ഗാന്ധി ചെയ്യേണ്ട കാര്യം, ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ ജെനുവിനാണ്, വസ്തുനിഷ്ഠമായ ചില ആരോപണങ്ങളാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പലതും പിന്നെ സംഘപരിവാറുകാർക്കോ BJPക്കാർക്കോ BJP അനുകൂല മാധ്യമങ്ങൾക്കോ ഒക്കെ പറയാൻ സാധിക്കും. പക്ഷേ എല്ലാത്തിനും ഉപരിയായി ഇതൊരു വലിയ ദുരന്തമാണ്, നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു മഹാവിപത്താണ്. ഇങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളുടെയും ഭരണം പിടിച്ചെടുക്കാൻ BJP കൊണ്ട് സാധിക്കും. രാജ്യം മുഴുവൻ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടേതായി മാറും. അതിന് അധിക വിദൂരമൊന്നും ഈ പറയുന്ന പോലെ ഓരോ സംസ്ഥാനങ്ങളിലേക്കും അതിന് വേണ്ട പണം എറിയാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സംവിധാനങ്ങൾ കൊണ്ടെത്തിക്കാനാണെങ്കിലും കഴിയും. കാര്യം തെരഞ്ഞെടുപ്പ് അതിനുള്ള ധൈര്യമുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം തെരഞ്ഞെടുപ്പ് കൺട്രോൾ ചെയ്യുന്നവരാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അത് ആരുടെ കയ്യിലായിരിക്കുന്നത്, അതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് കയ്യിൽ. അത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത്, രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രതിപക്ഷ പാർട്ടി ആണെങ്കിലും ചെയ്യേണ്ടത് ഇതിനെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക. അല്ല രാഹുൽ ഗാന്ധിയുടെ പതിവ് ഗിമിക്സ് ഇവിടെ കാണിക്കരുത്. അതായത് ഒരു കാര്യം ഒന്ന് പറയുന്നു, പറഞ്ഞിട്ട് മുങ്ങിയിട്ട് എന്ത് ചെയ്യാനാ, ഒറ്റ മുങ്ങലങ്ങ് മുങ്ങുകയാണ്. മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളിനെ കാണുന്ന അടുത്ത തെരഞ്ഞെടുപ്പ് എടുക്കണം. ഇപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് മാത്രം രാഹുൽ ഗാന്ധി മുങ്ങിയത്, ഇല്ലെങ്കിൽ ആ മുങ്ങലങ്ങ് നടക്കും. അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് നന്നായിരിക്കും മാത്രം.